കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫേസായ രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു പരാതികളും ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയും ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജനകീയ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ, ജനകീയ വിഷയങ്ങളിൽ നിന്ന് സമരം ചെയ്യുന്ന ഈ പാർട്ടിയുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ, സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കുറെ കൂടി ശക്തി പകരാൻ വേണ്ടിയിട്ടാണ്. രാഹുലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്തത്ര ആർജവമുള്ളതാണ്. ഇവിടെ പലരും പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ നിലപാട് എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ ഏകപ്പെട്ട തീരുമാനമല്ല. കോൺഗ്രസ് പാർട്ടിയിലെ രാഷ്ട്രീയകാര്യ സമിതിയും ഉന്നതാധികാര സമിതിയും അതുപോലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും കൂടി ആലോചിച്ചിട്ടെടുത്ത തീരുമാനത്തിൻ്റെ ആകത്തുകയാണ് രാഹുലിൻ്റെ സസ്പെൻഷൻ. അതിലൊരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിലേക്ക് മാത്രം അതിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കേണ്ടതില്ല. അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിനാണ്. നേതൃത്വം കൂട്ടായി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഇനി ഈ തീരുമാനം ശരിയായിരുന്നോ എന്നുള്ളത് 100% ശരിയാണല്ലോ. 100% ശരിയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്ന കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരക്ഷരം പോലും കോൺഗ്രസിനെതിരെ പറയാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ കാര്യത്തിൽ CPM-നോടോ BJP-യോടോ അല്ല ഞങ്ങളെ കമ്പയർ ചെയ്യുന്നത്. ഞങ്ങളോട് തന്നെയാണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ തന്നെ നേതാക്കന്മാർ കാലത്തിനനുസരിച്ചിട്ടുള്ള കുറേ കൂടി പുരോഗമനപരമായിട്ടുള്ള ഒരു നയ തീരുമാനമെടുത്ത് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊക്കെ അതിൽ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാവും. കൂട്ടത്തിലുള്ള ആളുകളെ നമ്മൾ സംരക്ഷിക്കണ്ടേ, എന്ത് സംഭവിച്ചാലും കൂട്ടിപ്പിടിക്കണ്ടേ എന്നൊക്കെ. അത് ആ നരേറ്റീവിൻ്റെ അടിസ്ഥാനം CPM-ൻ്റെ സംഘടനാ ശൈലിയാണ്. എന്ത് വൃത്തികേട് കാണിച്ചാലും, എന്ത് തോന്നിവാസം കാണിച്ചാലും അവരെയൊക്കെ സംരക്ഷിക്കാൻ CPM-ന് സാധിക്കും. കോൺഗ്രസ്സിൽ അത്തരത്തിൽ സംരക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഒരു മെറിറ്റ് കൂടിയാണ്. വൃത്തികേട് കാണിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാനിരിക്കുന്നതല്ല കോൺഗ്രസ് പാർട്ടി. വൃത്തികേട് കാണിക്കുന്നവരെ സംരക്ഷിക്കാനാണെങ്കിൽ അത്തരം പരിപാടികൾക്ക് ഏറ്റവും നല്ല പാർട്ടി CPM-ഉം BJP-യുമാണ്. അപ്പോൾ അവർ അവിടേക്കാണ് പോകേണ്ടത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നത്, പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതിലൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയുള്ള നിലപാടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിലപാട് കോൺഗ്രസിന് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് ജനങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒക്കെ നമ്മളുടെ നിലപാട് കുറേ കൂടി ആർജവമുള്ളതായിരിക്കണമല്ലോ. ഈ എല്ലാ വിഭാഗം പാർട്ടികളിലും, എല്ലാ പാർട്ടികളിലും, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് സ്ത്രീകൾ. നമ്മൾ എത്രയൊക്കെ കൂട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാലും ഒളിവിലും തെളിവിലും ഇരുന്ന് ഒരുപാട് ആളുകൾ ഈ പ്രശ്നങ്ങളിൽ പോലും സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. പുരോഗമനപരമായി ചിന്തിക്കുന്ന കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിക്ക് സ്ത്രീ വിഷയങ്ങളെ അതിൻ്റെ എല്ലാവിധ മെറിറ്റിലും മാത്രമേ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിൻ്റെയും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള നേതാക്കന്മാരുടെയും ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെയും ഉന്നതാധികാര സമിതിയുടെയും ഒക്കെ എല്ലാ നേതാക്കന്മാരും കൂടി ചേർന്നിട്ടുള്ള തീരുമാനത്തിൻ്റെ ആകെത്തുകയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒരാൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ മാത്രം ചുമലിൽ വെച്ച് കെട്ടേണ്ട ഉത്തരവാദിത്തമല്ല. മുഴുവൻ നേതാക്കന്മാരും ഏകപ്പെട്ടെടുത്ത ഒരു തീരുമാനമാണ്. അത് ശക്തമായ തീരുമാനമാണ്. നാളുകളിൽ കോൺഗ്രസിനെ കുറേ കൂടി ജനങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരു തീരുമാനമായിരിക്കും. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ജയം സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ മാത്രം വോട്ട് ചെയ്തിട്ടല്ല കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ജയിക്കേണ്ടത്. നിഷ്പക്ഷരായിട്ടുള്ള നമ്മുടെ അനുഭാവികളായിട്ടുള്ള ആളുകളെ കൂടി പിന്തുണ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്, കിട്ടേണ്ടതുണ്ട്. അതുമാത്രമല്ല, നമ്മളെ എതിർക്കുന്ന, രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന BJP-യിലും CPM-ലും ഉള്ള ആളുകൾ, അവരിൽ കുറേ കൂടി അല്പം എങ്കിലുമൊക്കെ ജനാധിപത്യ ബോധമുള്ള ആളുകളെ കുറേ കൂടി നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു തീരുമാനം കൂടിയാണ്. കാരണം കോൺഗ്രസിനെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അല്പമെങ്കിലുമൊക്കെ ജനാധിപത്യ ബോധം അവശേഷിക്കുന്നവർ, ഇപ്പോൾ BJP-യിലും CPM-ലും. അവർക്ക് പോലും തോന്നുമല്ലോ തങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഇല്ലാത്തൊരു ആർജവമുള്ള നിലപാടാണല്ലോ കോൺഗ്രസ് സ്വീകരിച്ചതെന്ന്. സ്വാഭാവികമായിട്ട് അവർക്ക് സ്വന്തം പാർട്ടിയെയും പ്രസ്ഥാനത്തെയും കോൺഗ്രസുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുകയും അവരുടെ കൂടി പിന്തുണ കോൺഗ്രസിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിഷ്പക്ഷരും അത്തരത്തിൽ മറ്റു പാർട്ടികളിലും ഉള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ നിലപാട് കൊണ്ട് കോൺഗ്രസിനോട് കൂടുതൽ താല്പര്യം തോന്നുകയുള്ളൂ.
മാത്രമല്ല അണികളുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വോട്ടിനപ്പുറം അനുഭാവികളായിട്ടുള്ള ആളുകളുടെ കൂടി ശക്തമായ ഒരു വോട്ട് കോൺഗ്രസിന് കിട്ടുകയും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിൻ്റെ വഴി കുറെ കൂടി എളുപ്പമാകാനാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധിക്കുകയുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയും അല്ലെങ്കിൽ വോട്ട് ചോരിക്കെതിരായിട്ട് നടക്കുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള ക്യാമ്പയിനെയൊന്നും ഷെയ്ഡ് ചെയ്യാനായിട്ട് കേരളത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിട്ടുള്ള ആക്ഷേപം കൊണ്ട് സാധിക്കില്ല. ഇപ്പം നമ്മൾ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ നേരെ ഒരു മുറം കൊണ്ട് അടയ്ക്കാൻ നോക്കുന്നത് പോലെയാണ്, തടസ്സം ചെയ്യാൻ നോക്കുന്നത് പോലെയാണ്. സൂര്യപ്രകാശത്തിന് തടസ്സം ചെയ്യാൻ ഒരു മുറം കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണിക്കീറ് കൊണ്ടോ ഒന്നും സാധിക്കില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്വന്തം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും രാജ്യത്തെ പൊതുജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി വിധിയിലൂടെ മറപിടിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത് രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം കട്ടെടുത്തുകൊണ്ടാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുന്നത്. ഇപ്പോൾ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും കൃത്രിമം നടത്തിക്കൊണ്ട് കള്ള വോട്ട് ചേർത്തുകൊണ്ട് ഇരട്ടയും അതിലധികം ID കാർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ പൊള്ളത്തരങ്ങൾ അകം തന്നെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈവൻ BJP-ക്കാർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരൊറ്റ ഉത്തരം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ പോലും വെട്ടിവേർത്ത് നിൽക്കുമ്പോൾ മൗനത്തിലാണ് നരേന്ദ്രമോദി, BJP. അപ്പോൾ അത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെമ്പാടും അതിൻ്റെ തരംഗങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഹൈഡ് ചെയ്യുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങളാണ് കൂടുതൽ വാർത്തയായിട്ടുള്ളത്. പക്ഷെ അത് നടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതൊന്നും മറവിലേക്ക് പോകുന്നില്ല. കൃത്യമായിട്ട് ഞങ്ങളും അത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് മങ്ങലേൽപ്പിക്കാനോ ആ യാത്രയുടെ വേഗത കുറയ്ക്കാനോ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം വാർത്തകൾ കൊണ്ട് സാധിക്കില്ല. അത് അങ്ങനെ മുന്നോട്ട് പോകും. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഇന്ത്യയിൽ ഇനി നടക്കാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുമ്പ് ജനങ്ങൾ ഓർക്കുന്നത് ഈ വോട്ട് ചോരിയെക്കുറിച്ച് തന്നെയായിരിക്കും. അവരവർ ചെയ്യുന്ന വോട്ട് അവരവർ ആഗ്രഹിക്കുന്ന പാർട്ടിക്ക് തന്നെയാണോ വീഴുന്നത് എന്നുള്ള ആശങ്കയോട് കൂടി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിലെ ഓരോ പൗരനും പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്നുള്ള ഈ ക്യാമ്പയിൻ വലിയ വിജയമാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിൻ്റെ സാക്ഷ്യമാണ് ബീഹാറിൻ്റെ തെരുവിൽ 10,000-കണക്കിന് മനുഷ്യർ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും സ്വീകരണം കൊടുത്തുകൊണ്ട് തെരുവ് നിറഞ്ഞു നടത്തുന്ന വോട്ടധികാർ യാത്ര. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് പൊതു തെരഞ്ഞെടുപ്പ്. അത് ജനങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സാധ്യത വർദ്ധിക്കുകയുള്ളൂ. ഞങ്ങൾ ഇപ്പോൾ രാഹുലിനെതിരെ സംഘടനാപരമായി നടപടിയെടുത്തു. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്ന് വന്നിട്ടുള്ള ഞങ്ങൾ തെരുവ് നിറഞ്ഞ് സമരം ചെയ്തിട്ടുള്ള ജനങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ ഉയർത്തിവിട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കുറേ കൂടി തീവ്രതയോടുകൂടി ആഞ്ഞുയർത്താനും വിളിക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ വിലയിരുത്തട്ടെ. 8-9 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ൻ്റെ ഒരു സർക്കാരായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം 9 വർഷക്കാലത്തിലധികമായി ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് എല്ലാ തോന്നിവാസങ്ങൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ തിരുത്താനുള്ള അവസരമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്. അത് അവർ കൃത്യമായിട്ട് നിർവഹിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം. അതിലേക്ക് കൂടി കൂടുതൽ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സംഘടനാ നടപടി രാഹുലിനെതിരെ സ്വീകരിച്ചത്.